നല്ല ഉച്ച സമയത്ത് പെട്ടെന്നൊരു മോഹം കയറിയിട്ട് ഞാൻ നേരെ പോയത് ചിക്കൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ചിക്കൻ വാങ്ങിയിട്ട് വന്നു. ചിക്കൻ ദാ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ട് ചിക്കൻ 2 സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സാധനം പരീക്ഷിക്കാൻ പോവാണ്. പരീക്ഷിക്കാനല്ല, കുഞ്ഞൻ കുറേ ദിവസമായി നമ്മളോട് പറയുന്നുണ്ട്. കുഞ്ഞിന് ബ്രോഡ്സ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വീട്ടിലൊന്ന് ഉണ്ടാക്കി കൊടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ബ്രോഡ്സ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചു. 2 ലെഗ് പീസും അതുപോലെ കുറച്ച് കഷ്ണമൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പാലെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അത് കുറച്ച് സമയം അടച്ച് വെക്കണം. ഒരു 10-25 മിനിറ്റ് അത് അടച്ച് വെക്കണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 25 മിനിറ്റ് കൃത്യമായിട്ടൊന്നും വരുന്നില്ല, എന്നാലും ഏകദേശം ഒന്ന് സെറ്റാവാൻ വെച്ചിട്ട് ഞാനത് എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തൈരും അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കണ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അധികമായിട്ട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. നമുക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് അതിനകത്തേക്ക് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇതത്ര പേസ്റ്റ് ആയിട്ടില്ല. മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്, ഞാൻ അമ്മിയിൽ ഇങ്ങനെ ചതച്ചെടുത്തത് കൊണ്ട് അത്ര ശരിക്കും അങ്ങനെ ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടില്ല. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നുമില്ലാതെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. കാരണം ചിക്കൻ്റെ ഫ്ലഷിലേക്കൊക്കെ ഇത് നന്നായിട്ട് പിടിക്കണമല്ലോ. ശരിക്കും നമ്മൾ ഈ ബ്രോഡ്സ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ജ്യൂസി ആവാനായിട്ടുള്ളൊരു കാരണം ഇതാണ്. ഈ ഒരു മിക്സിൽ ഇത് കുറച്ചധിക സമയം ഇങ്ങനെ മുക്കി വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ വാങ്ങിക്കുന്ന KFC ആണെങ്കിലും ഒക്കെ ഭയങ്കര ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഏകദേശം കുറഞ്ഞത് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിൽ കൂടുവാണെങ്കിൽ അത്രയും നല്ല കാര്യം. പക്ഷെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അത്ര ജ്യൂസിയായി വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ നമ്മൾ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചിക്കൻ എന്നും കറി വയ്ക്കുന്ന പോലെ വെക്കേണ്ട, അതും കുറച്ച് വ്യത്യസ്തമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെന്താ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം പുരട്ടി വെച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള എടുക്കുന്നില്ല, ഒരു സവാള എടുക്കുന്നുള്ളൂ. ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇന്ന് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ശരിക്കും സവാളേനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഉള്ളി ഇട്ട് കറി വയ്ക്കുമ്പോഴാണ്, അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അതെ. അപ്പോൾ സവാള നമ്മൾ അരിഞ്ഞെടുത്തു, ചെറിയുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു, ചതച്ചെടുത്തിട്ടുണ്ട്, അരിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത് ഒരു പാൻ വെച്ചിട്ട്, പാൻ നല്ലതായിട്ട് ചൂടായി വന്ന സമയത്ത് സാധാ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വയ്ക്കുന്ന പോലെ തന്നെ വഴറ്റാൻ വെച്ചു. ആ സമയം അത് അവിടെ നിന്ന് വഴണ്ടി വരണ സമയം തന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അതായത് നമുക്ക് ചിക്കൻ കറി വയ്ക്കാനുള്ള അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു. അതും അവിടെ നിന്ന് പതുക്കെ ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചു. തീരെ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സവാളയൊക്കെ നല്ലതായിട്ട്, സവാളയും ഉള്ളിയൊക്കെ നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. റെഡല്ല, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കണം. വെളു സോറി എന്തൊക്കെയാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ നമ്മൾ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കിനും മാക്സിമം നല്ല മസാല, ഗരം മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന പൊടിച്ചെടുക്കുന്ന മസാലയില്ല, ആ മസാല ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ മസാലയും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ദാ അവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ആക്കിയിട്ടുള്ള ഈ മസാല അതിനകത്തേക്ക് മാറ്റിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പാത്രം ചെറുതായതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഒരു വലിയ ഉരുളിക്കകത്തേക്ക് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതൊക്കെ കിടന്ന് എല്ലാം കൂടി ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു പകുതി തിളയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നല്ല കറിവേപ്പിലയും പിന്നെ കുറച്ച് ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയില്ലേ, അത് വാട്ടാത്ത ഉള്ളി, പച്ചയ്ക്കുള്ള ഉള്ളി, അതും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കണം.
അത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ വേകുന്ന സമയത്ത് നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വേണ്ടത് ഒരു മുട്ട. മുട്ട പൊട്ടിച്ചപ്പോഴാണ് നമ്മൾ ഞെട്ടിയത്. ഒരു മുട്ടയ്ക്കകത്ത് 2 ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഴിമുട്ട. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് മൈദയാണ്. മൈദയും ആവശ്യത്തിന് എടുക്കണം. മൈദ നമുക്ക് കുറച്ച് അധികം വേണം കേട്ടോ, കാരണം ഇതിങ്ങനെ പുരട്ടിയെടുക്കാനും മൈദ വേണം. പിന്നെ വളരെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വേറെ മൈദ വേണമെന്ന്. മൈദ ഒരു അരക്കപ്പോളം മൈദ നമുക്ക് വേറെയും വേണം. ഒന്നും ചെയ്യാതെ വെറുതെ മൈദ ഫ്രഷ് ആയിട്ട് തന്നെ വേണം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ, ഈ മാവ്, ഈ എന്താ പറയുക, ഈ മിക്സിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട്, ബീറ്റർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ബീറ്റർ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ മിക്സ് ചെയ്യണ എന്തെങ്കിലും സാധനം വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മിക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയൊക്കെ തരി തരിയായിട്ട് ഈ മുളക് പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൈ കൊണ്ടാണെങ്കിലൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ആ മറ്റേ മിക്സിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യത്തെ, ആ പാലൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കിയ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുക്കുക. എന്നിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് വെറുതെ ഇങ്ങനെ മുക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ പറ്റാതെ നോക്കണം. കയ്യിൽ പറ്റിയ ആ ഭാഗത്ത് നിന്ന് മൈദ പൊടി വിട്ടുപോകും. എന്നിട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിൽ വീണ്ടും മുക്കുക. എന്നിട്ട് വീണ്ടും ഈ പൊടിക്കകത്ത് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഈ പ്രോസസ്സ് വേണം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത ചിക്കനും. അങ്ങനെ രണ്ട് ചിക്കൻ്റെ കാലാണ് ഞാൻ ആദ്യം വറുത്തത്. കാരണം കുഞ്ഞൻ ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മൾ 1-2 തവണ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ ഭയങ്കര എക്സ്പെൻസാണ്. ഒരു 2-3 കുഞ്ഞു പീസിന് തന്നെ ഭയങ്കര വിലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ അംഗൻവാടിയിൽ നിന്ന് വരുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. ആളോട് പറഞ്ഞിട്ടൊന്നുമില്ല, ആൾക്ക് ഭയങ്കര കുറച്ച് സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുന്ന സമയത്ത്, ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് ഇടാവുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ രൂപത്തിലും ഭാവത്തിലൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ചധികം സമയം വേവിക്കണം. കാരണം ഈ പൊടി ആയതുകൊണ്ട് ഉള്ളിലേക്ക് ചിക്കൻ വെന്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയം തന്നെ നമ്മുടെ ചിക്കൻ കറിയും വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെച്ചാൽ മാത്രം മതി. അപ്പോൾ റോസ്റ്റഡ് ചിക്കൻ ഏകദേശം സെറ്റായി. കാഴ്ചയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സംഭവം ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.